സുഹൃത്തുക്കളെ നമസ്കാരം. അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കിടിലൻ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. മനോഹരമായിട്ടുള്ള എലിവേഷനിൽ ഒരുക്കിയിട്ടുള്ള നല്ല കളർ കോമ്പിനേഷനിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള എലിവേഷൻ ആണ്. അപ്പൊ ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിലുള്ള വീട്, അതുപോലെ ലക്ഷറി ആയിട്ടുള്ള വീട്, പ്ലോട്ട്, വില്ലാസ്, അപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ആയിട്ട് നമ്മൾ ചോദിച്ചു വരുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇടുന്നത്. അപ്പൊ മറക്കാതെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കിഴക്കമ്പലം, എറണാകുളം ജില്ലയിൽ 2020 പഞ്ചായത്തിൽപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലം. അത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തറ പോകുന്ന റൂട്ടിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പെരുമ്പാവൂർ റൂട്ടുണ്ട്. ആ ഭാഗത്താണ് നമുക്ക് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കുള്ള വഴി സൗകര്യം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വീതിയുള്ള റോഡ് സൗകര്യമാണ്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പൊ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. വാ, സ്ലൈഡിങ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ട, ഇവിടെ ഗ്രില്ലൊക്കെ കൊടുത്ത് അത്യാവശ്യം പ്ലാന്റ്സും നട്ടിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുണ്ട്. 2 വാഹനം സിമ്പിൾ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബോർവെൽ സൗകര്യമാണ് ഇതിൽ നമുക്ക് കിണർ സൗകര്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ 2 ഭാഗത്തും നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ കൊടുത്താണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 1800 സ്ക്വയർ ഫീറ്റിൽ 3800 ഉണ്ട് സ്ഥലം. അതുപോലെ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇവിടെ ആയിട്ട് വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ ഒരുക്കിയിട്ടുള്ള ടൈലുകൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. മെയിൻ ഡോറാണ് ഈ വരുന്നത്, തേക്കിലാണ് തീർത്തിട്ടുള്ളത്. അതുപോലെ കയറുക, 2 ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ നല്ല ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴല്ല, ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. അത് ഈ ഭാഗത്ത് TV യൂണിറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. മൈക്ക ലാമിനേഷനിലൊക്കെ ഒരുക്കിയിട്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട്. മനോഹരമായ സീലിംഗ് വർക്കും ഫാനൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ LED ബൾബും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയർ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗം കണ്ട, ഗ്ലാസ്സിൽ ചെറിയ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ട, ഇത് GS സ്ക്വയർ ട്യൂബ് ആണ്. അതുപോലെ കയറി വരുമ്പോ കണ്ട, ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അതുപോലെ നല്ല സീലിംഗ് വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് മോഡുലർ കിച്ചൺ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിന് തനതായ ശൈലിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് നോക്കി കേട്ടാ, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. അത് ജാഗ്വറിന്റെ ഫിറ്റിംഗ് വാഷ് ബേസിൻ കൗണ്ടർ, ഈ കൗണ്ടർ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ കണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം ഈ ഭാഗത്തായിട്ട് വരും കേട്ടോ. ഇവിടെയാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഏകദേശം ഒരു 10-11 സൈസോളം വരുന്ന ബെഡ്റൂം തന്നെയാണ്. അതുപോലെ ഇവിടെയായിട്ട് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത് കണ്ടാ, മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് 3 പാളികളുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാ ചെറിയ സ്റ്റോറേജ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ഫ്രെയിം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ ഒരുപാട് കളർഫുൾ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഫ്ലോറിൽ ടൈലിരിക്കുന്ന മാറ്റ് ഫിനിഷ് ടൈലുകളാണ്. ഇത് കജാരിയൻ ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4-2 സൈസോളം വരുന്ന ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്
ബാത്റൂം, അതുപോലെ ബാത്റൂം ഫിറ്റിങ്സ് ജാഗ്വാറിന്റെ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ കിച്ചൺ കണ്ടില്ലല്ലോ, കിച്ചണിലേക്ക് അടക്കാം. ഇതാണ് കിച്ചൺ, മോഡുലർ കിച്ചൺ ആണ്. അതുപോലെ എൽ ഷേപ്പ് കിച്ചൺ സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ചെറിയ പാളികളുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെയും കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടാ ഇവിടെ നമുക്കുണ്ടല്ലോ വർക്ക് ഏരിയ പണിയാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പണിയെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെയും അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോർവെലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വാട്ടർ സോഴ്സിനായിട്ട് ബോർവെലാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു പാഷ്യോ വരുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് ഒക്കെ ഇട്ട്, ടഫ്ലന്റ് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടാ ഇവിടെ വാട്ടർഫോള് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 സൈഡിലേക്കും പോകാനുള്ള സൗകര്യം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ ഈ സ്റ്റെയർ കേസ് ഫ്രെയിം അടിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ട ഇത് മരത്തിലാണ്, അതുപോലെ സ്റ്റീല് വെച്ച് ചെയ്തിട്ട് അതിന്റെ ഹാൻഡ് റെയിൽ മാത്രമായിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെയർ കേസ് നോക്കി കണ്ട, ഇത് മരത്തിലാണ്. ഈ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് മരത്തിലാണ്. ഈ ലാൻഡിങ്ങിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ഒരു ഫ്രെയിം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ചെറിയ ജനൽപ്പാളി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയറി വരുമ്പോ ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ ഇവിടെ വലിയൊരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കിട്ടും. അതുപോലെ ഇപ്പൊ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് ഇല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം ഒരു 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായി തന്നെ ഇതിന്റെ ഇന്റീരിയറും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മേളില് നമുക്ക് 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്, ചെറിയ ബെഡ്റൂമാണ് കേട്ടോ. ഒരു കിഡ്സ് റൂമാണ് ഇത്. ഇതിൽ നമുക്ക് ബാത്റൂം ഉണ്ട്, അതുപോലെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബെഡ്റൂമാണ്. ഇതൊരു വലിയ ബെഡ്റൂമാണ് കേട്ടോ. കണ്ടാ ഇവിടെ ആയിട്ട് വലിയൊരു ഫ്രെയിം വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഇവിടെ മിറർ ഒരുക്കിയിട്ടുള്ളത് ഇവിടെയാണ്. അതുപോലെ ഇവിടെ ഒരു റൗണ്ടിൽ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്താണ്. പിന്നെ ഇവിടെ ആയിട്ട് വാൾറോബ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടാ ഇവിടെയും തുറക്കാം. ഒരു ടോയ് യൂണിറ്റ് പോലെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇവിടെ അറ്റാച്ച്ഡ് ആണ്. ഇനി നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെയായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. വാവ്, പൊളിച്ച് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. കബോർഡ് വർക്കുകളൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ബിൽഡേഴ്സ് നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഈ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ബാൽക്കണി. ഇത് തുറന്നിട്ടാൽ തന്നെ നല്ലൊരു കാറ്റും നല്ലൊരു വെളിച്ചവും പുറമേ നിന്നുള്ള അന്തരീക്ഷവും കാര്യങ്ങളും, അതുപോലെ അത് കൂടാതെ തന്നെ നമുക്ക് ഈ വീടിന്റെ ഒരു എലിവേഷനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ആ ഒരു ബാൽക്കണി തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇതും അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു റൂമുകളെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത ഇത് കണ്ട ഗ്ലാസ് ഇട്ടിരിക്കുന്നതാണ്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതും ജാഗ്വാറിന്റെ ആണ് വരുന്നത്. ജാഗ്വാറിന്റെ അതുപോലെ ഈ ക്ലോസറ്റ് വരുന്നത് സെറയുടെ ആണ്. ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ജാഗ്വാറിന്റെ ആണ് വരുന്നത്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ബെഡ്റൂമും 4 കണ്ടു. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് അത് ഈ ഭാഗത്തായിരിക്കണം യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് വരുന്നത്. നോക്കാം.
അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനായിട്ട് നമുക്ക് ഇവിടെ മൊത്തം ഗ്ലാസ് ഇടും. ഇവിടെ നിന്ന് യൂട്ടിലിറ്റി സ്പേസ് അല്ലാട്ടോ, ഇത് ഓപ്പൺ ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് മേളിലേക്ക് മേളിലേക്ക് കയറി പോകാനുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ വീടിന്റെ ഏറ്റവും ലാസ്റ്റ് കാണാനുള്ളത് നമ്മുടെ ബാൽക്കണി, മെയിൻ ആയിട്ടുള്ള ബാൽക്കണിയാണ് വരുന്നത് കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ബാൽക്കണി വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടെ ഒരു റൗണ്ട് പോർഷനിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അല്ലെ. അതുപോലെ സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് റെയിലിന്റെ അരിയത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് ടഫ്ലന്റ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള എലിവേഷൻ ആണ്. ഒത്തിരി വില്ലകൾ വരുന്ന ഒരു വില്ല പ്രോജക്റ്റ് കൂടിയാണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ നമുക്കൊരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ കാണുന്നത് മെയിൻ റോഡാണ്, പെരുമ്പാവൂർ റൂട്ടാണ് കേട്ടോ. മെയിൻ റോഡാണ് കാണുന്നത്. 2020 പഞ്ചായത്തിലാണ് ഈ ഒരു പഞ്ചായത്തിൽപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ലുലു മാളിലേക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ഉണ്ടാകും. എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ആലുവ ഭാഗത്തേക്ക്, ആലുവ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 7-8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ആണെങ്കിൽ നമുക്കൊരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 3,800 സ്ഥലം വരുന്നത്. അതുപോലെ 1,800 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. താഴെ 1 ബെഡ്റൂം, മേളില് 3 ബെഡ്റൂം, യൂട്ടിലിറ്റി സ്പേസ്, എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എത്രയാണ്? 87 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. ഇനിയും പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും കാണാം.